Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 23-ാമത്തെ ഹദീസ്. അൻ അബി മാലിക് അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്വഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആൻ ഔ തംലഉ മാ ബൈന അസ്സമാഇ വൽ അർള് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ളിയാഉൻ വൽഖുർആനു ഹജ്ജത്തുൻ ലക ഔ അലൈക കുല്ലു നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅതികുഹാ ഔ മൂബികുഹാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അങ്ങോട്ടുള്ള ചില ഹദീസുകൾ ദൈർഘ്യം കൂടിയതായതിനാൽ റാവിമാരായ സ്വഹാബത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ സ്വല്പം കുറയാനിടയുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്വഹാബി വര്യൻ അൽ ഹാരിസ് ഇബ്നുൽ ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിലെ ഒരു ഗോത്രത്തിലേക്ക് ചേർത്താണ് അൽ അശ്അരി എന്ന് വിളിക്കുന്നത്. യമനിൽ നിന്നും വലിയൊരു സാർത്ഥവാഹക സംഘമായിട്ടാണ് അദ്ദേഹം മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ചില സൂക്ഷ്മ നടപടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയായി കാണാം. റസൂലിന്റെ കൂടെ സമരങ്ങളിൽ പങ്കെടുത്തിരുന്ന ഇദ്ദേഹം നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രസിദ്ധമായ ഒരെണ്ണമാണ് ല യശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംർ യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ. എന്റെ ചില സമുദായ അംഗങ്ങൾ പിന്നീട് പല ബ്രാൻഡ് നെയിമുകളും ലാബലുകളും നൽകിക്കൊണ്ട് മദ്യം കഴിക്കുന്നത് പതിവാക്കും. ഫലത്തിൽ മദ്യാസക്തരായിരിക്കും അവർ. അക്രമികളായ ഹവാസിൻ ഗോത്രക്കാരെ നേരിടാൻ വേണ്ടി ഇദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാൻഡറാക്കി നിയമിച്ചതായിട്ടും രേഖകളിൽ കാണാം. ഹിജ്റ 18 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മരണകാരണം താഊനു അംവാസ് എന്ന പേരിൽ കുപ്രസിദ്ധമാണ്. ഹിജ്റ 18 അന്നത്തെ ഗ്രേറ്റർ സിറിയ അഥവാ ബിലാദു ഷാം, അതിന്റെ ഭാഗമായിരുന്ന ഫലസ്തീനിലെ അംവാസ് എന്ന പട്ടണത്തിൽ പടർന്നുപിടിച്ച മാരക സാംക്രമിക രോഗമായിരുന്നു അത്. അപ്പോഴേക്കും ആ രാജ്യങ്ങളഖിലം ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വരികയും മുസ്ലിം അധിവാസ പ്രദേശങ്ങളായി മാറുകയും ചെയ്തിരുന്നു. വസൂരിയും കോളറയും കോവിഡും ഒക്കെ പോലെ അന്നത്തെ മനുഷ്യരെ ഭീതിയിലാഴ്ത്തിയ ഈ പാൻഡമിക് 25,000-ലധികം മനുഷ്യരെയും കൊണ്ടാണ് പോയത്. ഫലസ്തീനിന്റെ ധീര വീര വിമോചകൻ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, മുആദ് ബിൻ ജബൽ, സുഹൈൽ ബിൻ അംർ തുടങ്ങിയവർ അടങ്ങിയ ആ കൂട്ടത്തിലാണ് അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹും ജമീഅ വഫാത്തായത്. ഈ സന്ദിഗ്ധത പരിഹരിക്കാൻ വേണ്ടിയിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയത്. അംർ സ്വീകരിച്ച സ്ട്രാറ്റജി രോഗാതുരരായ മനുഷ്യരെ മലമുകളിൽ സ്പ്രെഡ് ഔട്ട് ആക്കുകയും ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ക്വാറന്റൈന് സമാനമായൊരു രീതി. അതുകൊണ്ടാണ് മരണസംഖ്യ ഗണ്യമായി കുറഞ്ഞതെന്നും സ്വാഭാവികമായിട്ടും നമുക്ക് അനുമാനിക്കാം. ഇനി ഹദീസിലേക്ക് പോരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്വഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ് തംലഉ മിനൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നത് ത്രാസിൽ നിറഞ്ഞു നിൽക്കും. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംല മാ ബൈന അസ്സമാഇ വൽ അർള്. സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും ഒന്നിച്ചു ചേർന്നോ ഒറ്റയ്ക്കോ ഈ വാനഭുവനങ്ങൾ അത്രയും നിറയ്ക്കാൻ പോകുന്നതാണ്. വസ്സലാത്തു നൂർ, പ്രാർത്ഥന പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മങ്ങൾ സാക്ഷ്യമാണ്. വസ്സബ്റു ളിയാ, സ്ഥൈര്യം വെളിച്ചവുമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആനാകട്ടെ നിനക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ പ്രമാണവുമാണ്. കുല്ലുന്നാസ് യഗ്ദു ഫബായിഉ നഫ്സഹ, മനുഷ്യർ പ്രഭാതത്തിൽ വെളിയിലിറങ്ങി സ്വയം വിൽക്കുന്നു. ഫമുഅതികുഹാ ഔ മൂബികുഹാ, സ്വയം വിമോചിപ്പിക്കുകയോ നാശത്തിലാഴ്ത്തുകയോ ചെയ്യുന്നു. എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാൻ നമുക്ക് നിർവാഹമില്ല. ഒന്നോടിച്ചു പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. അത്വഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി അഥവാ ശുദ്ധീകരണം ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈമാനിലും ഇബാദത്തിലും മുആമലാത്തിലുമെല്ലാം ഈ ശുദ്ധി കാത്തുസൂക്ഷിക്കുകയും വേണം. അഖീദയിലെ ശുദ്ധിയാണ് പരമപ്രധാനം. അഥവാ സർവം സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളിൽ കളങ്കം കടന്നുകൂടിക്കൂടാ. ഷിർക്കിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് നജസ് എന്നാണ്. അത് ബാഹ്യമായതോ പദാർത്ഥപരമായതോ ആയ നജസ് അല്ല. ബോധ്യങ്ങളിലും കാഴ്ചപ്പാടുകളിലും വിശ്വാസങ്ങളിലും വരുന്ന വൃത്തിഹീനതയാണ്. അങ്ങനെ തുടങ്ങി മനസ്സിനെയും ചിന്തയെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ നജസ് ബാധിച്ചേക്കും. അവയൊക്കെയും വൃത്തിയാക്കി വെടിപ്പാക്കി കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാണ് ദിക്ർ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സമ്പാദ്യങ്ങളിലും നജസ് കടന്നുകൂടാം. അന്യായമായ സമ്പാദ്യങ്ങളെല്ലാം നജസ് തന്നെയാണ്. വൃത്തിയാക്കണം. അത് സക്കാത്ത് ഉൾപ്പെടെയുള്ള പ്രോസസ്സുകൾ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ കർമ്മങ്ങളിലും ചെയ്തികളിലും നജസ് കയറിക്കൂടിയാൽ തൗബയും ഇസ്തിഗ്ഫാർ കൊണ്ടും അധികരിച്ച മറ്റ് നന്മകൾ കൊണ്ടും അവയെ ശുദ്ധീകരിച്ചെടുക്കാവുന്നതാണ്.
അക്കൂട്ടത്തിലാണ് ബാഹ്യമായ ശരീരശുദ്ധിയും സാമൂഹിക പാരിസ്ഥിതിക ശുദ്ധിയുമെല്ലാം കടന്നു വരുന്നത്. ആത്മീയ ശുദ്ധി കൈവരിച്ച ഒരാളുടെ മറ്റിടങ്ങളെല്ലാം ഹൈജീനിക് ആയിരിക്കും. വീടും പറമ്പും അടുക്കളയും അങ്ങാടിയും പള്ളിയും പള്ളിക്കൂടവും മേൽവസ്ത്രവും അടിവസ്ത്രവും എല്ലാം ഹൈജീനിക് ആയിരിക്കും. വുളു പരിശീലിപ്പിക്കപ്പെട്ടത് ഈ താല്പര്യത്തിന് കൂടിയാണ്. ഒരു മുഅ്മിൻ സദാ വുളുവിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഇരിക്കെ മരണപ്പെടുന്നത് ഒരു ഫള് തന്നെയാണ്. വുളുവിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് കേവലം ശരീരശുദ്ധി വരുത്തലല്ല, മറിച്ച് ആത്മീയമായൊരു ഭാവം കൂടിയുണ്ട് അതിന്. നിയ്യത്തും ദിക്റുകളും ദുആകളും ഒക്കെ അടങ്ങിയതാണത്. കേവല ബാഹ്യമായ ശരീരശുദ്ധിയെ അത്വഹൂർ എന്ന് പരിഗണിക്കുകയില്ലെന്ന് ചുരുക്കം. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും, അതിപ്പോ നിസ്കാരമാവട്ടെ, ഹജ്ജാവട്ടെ, മറ്റേന്തും അങ്ങേയറ്റം വൃത്തിയും വെടിപ്പുമുള്ള പവിത്രവും പരിപാവനവുമായതാണ്. നമ്മുടെ വിശ്വാസം പോലെ ശുദ്ധമാണ് നമ്മുടെ ആരാധനകളും. അപ്പോ പാപമുക്തരായി അശ്ലീലതയിൽ നിന്നും വൃത്തിഹീനതയിൽ നിന്നും അകലം പാലിക്കലാണ് അത്വഹൂർ എന്ന് പറയുന്നത്. അതാവട്ടെ ഈമാനിന്റെ പാതിയാണ് താനും. അടുത്തതിലേക്ക് കടന്നാൽ അൽഹംദുലില്ലാ, ഈ മഹത്തായ ദിക്റിനെ തഹ്മീദ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ് എന്നതിനെ തസ്ബീഹ് എന്നും പറയും. ഇവയുടെ ശ്രേഷ്ഠതയാണ് ശേഷം പറയുന്നത്. ആകാശഭൂമിയെയും പരലോകത്ത് നന്മതിന്മകളുടെ കണക്കെടുക്കുന്ന ത്രാസിനെയും ഒക്കെ നിർണായകമായി എഫക്റ്റ് ചെയ്യാൻ പോകുന്നവയാണ് ഈ ദിക്റുകൾ. അതുകൊണ്ട് സാധ്യമാകുന്നത്ര നാവിൻ തുമ്പിൽ ഇവ കളിയാടേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസലുല്ലദീ യദ്കുറു റബ്ബഹ് വല്ലദീ ലാ യദ്കുറു റബ്ബഹ് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ദിക്ർ ശീലമാക്കിയവന്റെയും ദിക്ർ ഒട്ടുമില്ലാത്തവന്റെയും ഒക്കെ ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ് എന്ന്. അതുകൊണ്ട് ദിക്ർ ഒരു ശീലമാക്കണം. ദിക്റിന്റെ ഇതര പ്രാധാന്യങ്ങൾ വിശദീകരിക്കാതെ കടന്നു പോകേണ്ടി വരുന്നതിൽ ഏറെ മനസ്താപമുണ്ട്. പക്ഷേ മറ്റൊരു മാർഗമില്ല. അസ്വലാത്തു നൂറുൻ, അസ്വലാത്തിനെ പൊതുവായി പ്രാർത്ഥന എന്നും സവിശേഷമായി നിസ്കാരം എന്നും മനസ്സിലാക്കാം. നിസ്കാരം പ്രകാശമാണ് എന്നല്ല ഭാഷാപരമായി ഈ വാക്യം അർത്ഥമാക്കുന്നത്, മറിച്ച് അസ്വലാത്തു കന്നൂർ, നിസ്കാരം പ്രകാശം പോലെയാണ് എന്നതാണ്. കൂടുതൽ ഭാഷാ സങ്കേതങ്ങൾ ഈ അവസരത്തിൽ യോജിക്കില്ല. എങ്കിലും പ്രകാശം ഇരുളടഞ്ഞ ഇടത്ത് നിർവഹിക്കുന്ന ഒരു ദൗത്യമുണ്ടല്ലോ, അതാണ് പാപകൃത്യങ്ങൾ കൊണ്ട് അടഞ്ഞുപോയ ഹൃദയങ്ങളിൽ നിസ്കാരം നിർവഹിക്കുന്നത്. തമ്മിൽ അങ്ങനൊരു സിമിലാരിറ്റി ഉണ്ട്. അസ്വലാത്തു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ദുർവൃത്തികളും അശ്ലീലതയും അസാൻമാർഗികതയും കൂടുകൂട്ടിയ മനസ്സിൽ നിസ്കാരം വെളിച്ചം നിറക്കും, അവയെ തൂത്തുവൃത്തിയാക്കും. അടുത്തത് അസ്വദഖത്തു ബുർഹാനുൻ, സ്വതക്കയെ ദാനധർമ്മം അഥവാ വളണ്ടറി ചാരിറ്റി എന്നും അതല്ല ഇസ്ലാം നിഷ്കർഷിക്കുന്ന എല്ലാതരം ഇൻഫാക്കുകൾ എന്നും മനസ്സിലാക്കാം. സ്വതക്ക ഒരാളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ നിദാനവും അടയാളവുമാണ്. ഫഅമ്മ സാഇല ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ഒരാളെയും ഒരു മുഅ്മിനും വെറും കൈയോടെ മടക്കി അയക്കില്ല. വലാ യഹ്ളു വലാ തആമിൽ മിസ്കീൻ, ചോദിക്കാതെ തന്നെ നിർധരരെ കണ്ടെത്തി കൊടുക്കുന്നതും മുസ്ലിമിന്റെ ശീലമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും ഫേവറേറ്റ് ആയതിൽ നിന്നും ഇൻഫാക്ക് ചെയ്യാൻ പോലും മടിയില്ലാത്തവർ കൂടിയാണ് മുഅ്മിനീങ്ങൾ. ഇതെല്ലാം അവരുടെ ആദർശത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ബുർഹാനാണ് അഥവാ സാക്ഷ്യമാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരണവും നിങ്ങളുടെ അധിക വായനയ്ക്ക് വിട്ടുതരികയാണ്. അസ്വബുറു ലിയാഉൻ, സ്ഥൈര്യം വെളിച്ചമാണ്. അസ്വബറിനെ കുറിച്ച് പ്രത്യേകമായൊരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ചില ആലിമുകൾ ഇവിടെ സ്വബർ എന്നത് നോമ്പിനെ ഉദ്ദേശിച്ചാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നൂറും ലിയാവും ബുർഹാനും ഒക്കെ തമ്മാമിൽ ബന്ധമുണ്ട്, വ്യത്യാസവുമുണ്ട്. അടിസ്ഥാനപരമായി മൂന്നും പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആൻ വെളിച്ചത്തെ ഹിദായത്ത് അഥവാ മാർഗദർശനം, സന്മാർഗം എന്നൊക്കെ അർത്ഥത്തിലും ഉപയോഗിച്ചതായിട്ട് കാണാം. നൂറിനേക്കാൾ ശക്തമാണ് ലിയാ, സൂര്യനും ചന്ദ്രനും പോലെ. ഹുവല്ലദീ ജഅല ശംസ ലിയാഅൻ വൽ ഖമറ നൂറ, ജ്വലനമില്ലാത്ത പ്രകാശത്തെയാണ് നൂർ എന്ന് വിളിക്കുന്നത്. അത് ഏറെ ഹൃദ്യവും ആസ്വാദ്യകരവും ആകർഷണീയവുമായിരിക്കും, ചാന്ദ്രിക നിലാവ് പോലെ. മറുവശത്ത് വെട്ടിത്തിളങ്ങുന്നതും ഉഷ്ണം ഉൽപ്പാദിപ്പിക്കുന്നതും ചൂടുണ്ടാക്കുന്നതുമൊക്കെയാണ് ലിയാ, സൂര്യനെ പോലെ. ഏറെക്കുറെ അസഹനീയവും നിരാകർഷണമുള്ളതുമായിരിക്കും അത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശകിരണങ്ങളെയാണ് ബുർഹാൻ എന്ന് വിളിക്കുന്നത്. ഇതിപ്പോ സൂര്യന്റെ നേരമാണ് എന്നതിന് ഒരു നേർസാക്ഷ്യമാണല്ലോ ആ കിരണങ്ങൾ. ഇങ്ങനെ ഇവകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്, വ്യത്യാസവുമുണ്ട്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ സ്വബർ അഥവാ സ്ഥൈര്യം എന്നത് അത്ര അനായാസകരമായി എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തിരി വിയർക്കേണ്ടി വരും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, സൂര്യപ്രകാശവുമായിട്ട് ഡീൽ ചെയ്യുന്നത് പോലെ. പക്ഷെ ആശ്വസിക്കാം, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു കൂടെ ഉണ്ടാകും. വൽ ഖുർആനു ഹജ്ജത്തുൽ ലക് ഔ അലൈക്, ഖുർആൻ ഒന്നുകിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. മൂന്നാമതൊരു നിഷ്പക്ഷ കക്ഷി ഖുർആന്റെ കാര്യത്തിലില്ല. ഒന്ന് അതിന് ചെവി കൊടുക്കുന്നു, അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്നു, അവഗണിച്ചു കളയുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈമാനും അനുഗ്രഹങ്ങളും വർദ്ധിക്കും.
അത് അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദോഷവും നാശവും അയാളെ കാത്തിരിക്കുകയും ചെയ്യും. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി. നോക്കൂ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കട്ടോ, കാരണം യൗമുൽ ഖിയാമത്തിൽ ആ വായനക്കാരന് സാക്ഷിയായി ശുപാർശകനായി ഖുർആൻ കടന്നു വരും എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആനിന് നാം നൽകിയ ഡിഗ്നിറ്റി എന്തോ അത് പരലോകത്ത് നമുക്ക് എൻകാഷ് ചെയ്യാമെന്നർത്ഥം. അവസാനമായി ഓരോരുത്തരും രാവിലെ പുറത്തുപോയി സ്വയം വിറ്റ് ലാഭമോ നഷ്ടമോ ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നു. ഓരോ ദിവസവും മനുഷ്യന് സമ്മാനിക്കുന്നത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ വിൽക്കുന്നതും വാങ്ങുന്നതുമെല്ലാം തന്നെയാണ്. ലാഭനഷ്ടങ്ങളുടെ ഗുണഭോക്താവും അവനവൻ തന്നെ. അള്ളാഹുവിനെ കാക്ഷിച്ച് സ്വയം വിൽക്കുന്നവരുണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അത്തരക്കാരോട് ഏറെ അലിവുള്ളവനാണ് അള്ളാഹു. ഓരോ ദിവസവും തനിക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. എന്നാൽ ചിലരെങ്കിലും വിനാശകരമായ വഴികളാവും തിരഞ്ഞെടുക്കുന്നത്. വലബിഅസ മാ ശറഉ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. സ്വന്തം ആത്മാക്കളെ വിറ്റുതുലക്കുന്നതിനെ പറ്റി അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. ഇത്രയൊക്കെയാണ് ഈ ഹദീസിന്റെ ആകത്തുകയായിട്ട് ഇപ്പോൾ ഇവിടെ ചേർത്ത് വെക്കാൻ തോന്നുന്നത്. ഏറെ വിശദീകരണ സാധ്യതയുള്ളതാണെന്നിരിക്കെ തന്നെ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഹദീസിനെ ചെറുതായെങ്കിലും പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ സീരീസിന്റെ ഉദ്ദേശം തന്നെയും. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.